എഗെയിൻ വെൽക്കം ടു ലേൺലി. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. എടാ പുതിയ കാര്യങ്ങളൊന്നുമില്ല. ജെയ് ഫസ്റ്റ് ചാപ്റ്റർ പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടിന്യൂഷൻ, അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന യൂണിറ്റ് ആൻഡ് മെഷർമെന്റിന്റെ ബാക്കി ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് റീഡ് ചെയ്യടാ. ഇൻ എ മെഷർമെന്റ് ഇറ്റ് ഈസ് ആസ്ക്ഡ് ടു ഫൈൻഡ് യങ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പെർ യൂണിറ്റ് ടോർക്ക്. അല്ലേ? ഇറ്റ് ഈസ് ആസ്ക്ഡ് ടു ഫൈൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി per unit torque applied on the system. The measured quantity has a dimensions of m raised to a, l raised to b, t raised to c. അല്ലേ? if b is equal to -3 the value of c is എന്ന ചോദ്യം. എടാ ഒന്നുമില്ലടാ, യങ്സ് മോഡുലസ് ഡിവൈഡ് ബൈ എന്ത് ചെയ്യാം? ടോർക്ക് ചെയ്യാം. അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചാൽ മതി. ബാക്കി അവിടുന്ന് കാണാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആദ്യം മോഡുലസ് ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം? ടോർക്ക് ചെയ്യണം, അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് മോഡുലസ് ബൈ ടോർക്കാണ്, അല്ലേ? മോഡുലസ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അതിൻ്റെ കൂടെ ആരും ഉണ്ട്? ടോർക്കും ഉണ്ട്, അല്ലേ? നമുക്കറിയാം സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താടാ? F/A ആണ്. ടോർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വരിക, അല്ലേ? അപ്പോൾ ഈ ഫോഴ്സും എന്തായിപ്പോഴാ? കട്ട് ചെയ്ത് പോയി. എങ്ങനെയാണെങ്കിൽ എടാ ഇത് ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഇല്ലാത്ത നമ്മൾ ന്യൂമറിക്കലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്ര സിമ്പിളായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാ. എഫും കട്ട് ചെയ്ത് പോയി. അവസാനം എന്തായിട്ട് മാറി? 1/A × d ആയിട്ട് മാറി, അല്ലേ? 1/A × d എന്ന് പറയുമ്പോൾ എന്താ? 1/A ൻ്റെത് L² ആണ്, ഡിൻ്റെ L ആണ്. സോ 1/L³ എന്ന് വെച്ചാൽ L raised to -3 ആണ്, അല്ലേ? നോക്കി നോക്ക്, സീൻ്റെ ടേം ഇവിടെ ഉണ്ടോ? സീൻ്റെ ടേമേ ഇവിടെ ഇല്ല, അല്ലേ? ടീൻ്റെ ടേമേ ഇവിടെ ഇല്ല. സോ വാല്യൂ ഓഫ് സി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? തെറ്റിയിട്ടുണ്ടോ? ഇങ്ങനെ സിമ്പിളായിട്ട് ചോദിക്കോ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് കൊടുത്ത് പെർ യൂണിറ്റ് ടോർക്ക് കൊടുത്ത് സ്ട്രെയിൻ കട്ട് ചെയ്ത് പോയി. ടോർക്കിന് പകരം ഫോഴ്സ് ഇൻറ്റു ഡി കൊടുത്ത് ഫോഴ്സും കട്ട് ചെയ്ത് പോയടാ. എ ഉണ്ട് 1/A × d L raised to -3. അതാണ് ആരത്? എല്ലിന് -3 എന്നറിയാം. അപ്പോൾ എമ്മിന് 0, ടിക്കും 0. സോ വാല്യൂ സി ഈക്വൽ ടു എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏത്? ദിസ് ക്വസ്റ്റ്യൻ ജെയ് മെയിന് 2025 സ്വിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണേ. The position of a particle moving on x-axis is given by x of t is equal to a sin t plus b cos square t plus ct² plus t ആണ്. Where t is in time, the dimensions of a, b, c divided by t ആണ്. ശേഷം കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടി is equal to a sin omega t, b cos square t, ct² plus d ആണ്. എടാ ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെ എത്ര ടേം ഉണ്ട്? എക്സ് is equal to a sin t ഒരു ടേം ആണ്, b cos square t ഒരു ടേം ആണ്, ct² മൊത്തത്തിലൊരു ടേം ആണ്, d എന്താ? ഒരു ടേം ആണ്. നോക്കിക്കേ, സൈൻ ടിക്ക് ഡയമെൻഷൻ ഇല്ലല്ലോ, ഒരു നമ്പറാ വരിക. കോസിനും കഴിഞ്ഞാൽ എന്തോ ഒരു നമ്പറാ വരിക, അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, എക്സ് എന്ന് വെച്ചാൽ എന്താടാ? പൊസിഷനാ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റാ. നോക്കണേ, അങ്ങനെയാണെങ്കിൽ എന്റെ ഡയമെൻഷനും ബിന്റെ ഡയമെൻഷനും ഡിന്റെ ഡയമെൻഷനും ആർക്ക് ഈക്വൽ ആണെടാ? എല്ലിന് ഈക്വൽ ആണ്. കാരണം ഡിന്റെ കൂടെ ആരും ഇല്ല, അതിന്റെ ഡയമെൻഷൻ എക്സിന് ഈക്വൽ ആയിരിക്കണം. അതേപോലെ എക്സിന്റെ കൂടെ സൈൻ ടി ഉണ്ട്, പക്ഷേ സൈൻ ടിക്ക് എന്തില്ലടാ? ഡയമെൻഷൻ ഇല്ല. ഒരു ഫംഗ്ഷൻ, ഒരു വാല്യൂ ആയിരിക്കും. കോസ് സ്ക്വയർ ടിക്ക് ഒരു വാല്യൂ ആയിരിക്കും, അതിനെന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പൊ എക്കും ബിക്കും ഡിക്കും എന്തിന്റെ ഡയമെൻഷനാ? എല്ലിന്റെ ഡയമെൻഷനാ. ഇനി എന്തിനാ പേടിക്കാൻ? ഇനി അവസാനം ആരെ കണ്ടുപിടിക്കുക? സീന്റെ കണ്ടുപിടിക്കണം. എന്ത് ഇക്വേറ്റ് ചെയ്താൽ മതിടാ? എക്സ് ഈക്വൽ ടു ct² ഇക്വേറ്റ് ചെയ്താൽ പോരെ? അവിടുന്ന് നിനക്ക് കിട്ടൂലേ? സി ഈക്വൽ ടു x/t², അല്ലേ? x/t². എക്സ് എന്ന് വെച്ചാൽ ലെങ്ത് ആണ്. ഇനി 3 എന്താക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി സി ഡിവൈഡ് ബൈ എന്താ? ഡി ആണ്, അല്ലേ? എന്റെ സ്ഥാനത്ത് നിനക്കറിയാം L ആണ്, ബിന്റെ സ്ഥാനത്തും L ആണ്, സിന്റെ സ്ഥാനത്ത് L/t² ആണ്. t² എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി. ഇനി ഡിന്റെ സ്ഥാനത്ത് നോക്കിയേ, അടിയിൽ ഡിനോമിനേറ്റർ ഡി ആണ്, ഡിന്റെ സ്ഥാനത്ത് എന്താ? L ആണ്. എല്ലും കട്ടായി പോയടാ. അങ്ങനെയാണെങ്കിൽ L² ഡിവൈഡ് ബൈ t² എന്ന് വെച്ചാൽ L² t raised to -2.
അല്ലേ? ഓപ്ഷൻ നമ്പർ എ ഇസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലടാ, എന്തെങ്കിലും ഉണ്ടോ? കേട്ട് മടുത്തിട്ടുണ്ടാവും അല്ലേ? L²T⁻² ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി നോക്കിയേ, ദ ഇലക്ട്രിക് ഫ്ലക്സ് phi is equal to alpha sigma plus beta lambda, where lambda and sigma are linear and surface charge density respectively, then alpha by beta. അല്ല ക്വസ്റ്റ്യനാ. phi is equal to നോക്കണേ, phi is equal to അല്ലേ ആൽഫ സിഗ്മ പ്ലസ് ബീറ്റ ലാംഡയാണ് അല്ലേ? ഫൈ എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റൂടാ? E.A എന്ന് എഴുതാൻ പറ്റും അല്ലേ? ആൽഫ എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടില്ല, ആൽഫ പറഞ്ഞിട്ടില്ല, ആൽഫക്ക് ആൽഫ തന്നെ അല്ലേ? സിഗ്മ എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആടാ. എന്താ പറഞ്ഞത്? ലീനിയർ ചാർജ് ഡെൻസിറ്റി. അങ്ങനെയാണ് ആൽഫേന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും Q/L ആണ്, ടോട്ടൽ ചാർജ് ബൈ ലെങ്ത് ആണ്. ഇനി ബീറ്റ, സോറി സിഗ്മയാണ് അവിടെ ഉള്ളത് അല്ലേ? എല്ലാം തെറ്റി. സിഗ്മയാണ് ഇടാ തന്നെ, അത് അങ്ങോട്ട് എടുത്ത് മാറിപ്പോയതാണ്. നോക്കുക, സിഗ്മേന്റെ സ്ഥാനത്ത് എന്താ വരിക? സിഗ്മ എന്ന് വെച്ചാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, Q/ ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ഏരിയ വരും, ഏരിയ ഓഫ് ദി സർഫസ് വരും. ഇനി നോക്കിയേ ആരുണ്ട്? ലാംഡ. ലാംഡ എന്ന് വെച്ചാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണെടാ, ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്, Q/ ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ലെങ്ത് എന്നാ വരിക. ആ രണ്ട് ഡാറ്റയും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Q/A പ്ലസ് ബീറ്റ ഇൻറ്റു Q/L ആണ്. ഇത് കണ്ടുപിടിക്കണം. ഇവിടെ 3 ടൈമാ, 1 2 3 അല്ലേ? ഞാൻ ആൽഫക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് E.A = ആൽഫ Q/A ആണ്. അങ്ങനെയാണ് ആൽഫ സീക്വൽ ടു കിട്ടും E⁴/Q. E⁴/Q ആണ് അല്ലേ? ഒന്നും ചെയ്തിട്ടില്ല, രണ്ട് സൈഡ് ഇക്വേറ്റ് ചെയ്ത് ആൽഫക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ച് അല്ലേ? ഇനി അതേപോലെ ആർക്ക് ഉണ്ടാക്കാൻ പറ്റും? ബീറ്റക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? E.A = എന്ത് ഇക്വേറ്റ് ചെയ്യുക? ബീറ്റ Q/L ആണ്. അങ്ങനെയാണ് ബീറ്റ എന്തായിട്ട് മാറുക? EAL/Q ആണ് അല്ലേ? രണ്ടിന്റെ റേഷ്യോ എടുക്കുക. എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? ആൽഫ ബൈ ബീറ്റ ആണ് അല്ലേ? ആൽഫ ബൈ ബീറ്റ എഴുതാൻ പോവാണ്. ആൽഫ ബൈ ബീറ്റ. ആൽഫേന്റെ പൊസിഷനിൽ നിങ്ങൾക്കറിയാം EA² Q ആണ്. EA² Q ഹോൾ ഡിവൈഡ് ബൈ ബീറ്റേന്റെ പൊസിഷനിൽ നിങ്ങൾക്കറിയാം EAL/Q ആണ്. EAL/Q ആണ്. Q ക്യാൻസൽ, E ക്യാൻസൽ, ഇവിടുത്തൊരു എയും ഇവിടുത്തൊരു എയും ക്യാൻസൽ. ഫൈനൽ ആൻസർ A/L ആണ്. എ എന്ന് വെച്ചാൽ ഏരിയ, L², L എന്ന് വെച്ചാൽ L ആണ്. എല്ലും കട്ടിയടാ. അവസാനം ആര് മാത്രമേ ഉള്ളൂ? L മാത്രമേ ഉള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ എന്തിന് ഈക്വലാ? L-ന് ഈക്വലാ. ഇലക്ട്രിക് ഫീൽഡും ഇല്ല, ചാർജും ഇല്ല, ആരും ഇല്ല, ഏരിയ ഇല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. പോരെ? സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കണേ. ഇഫ് B is the magnetic field and μ0 is the permeability of free space, then the dimension of B/μ0. B/μ0 ആണ്. എടാ ബിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പം ബിക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഇല്ലേ? B is equal to μ0I/2πr magnetic field due to a line charge. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് വയർ. നിങ്ങൾ പഠിച്ചതാണ്. സോ B/μ0 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? I/2πr ആയിട്ട് മാറും. ഐൻ്റെ 2πക്ക് ഡയമെൻഷൻ, ഐൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ A. 6 മുകളിൽ വരുമ്പോൾ L ആണ്, L⁻⁻1. സോ L⁻⁻1 ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ ആണ് അല്ലേ? ഇനി നെക്സ്റ്റ് എന്താ ഉള്ളത്? ദ ഡി ബ്രോഗ്ലി വെവ് ലെങ്ത്, അതായത് 2024 എത്തി തുടങ്ങിയില്ലേ നമ്മൾ? 25 കഴിഞ്ഞോ? നേരത്തെ 25 ആണ്. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? 24th ക്വസ്റ്റ്യൻ ആണ്. നോക്കണേ. ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ആൻഡ് എനർജി ഈസ് h/√2mE. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്ലാങ്ക് കോൺസ്റ്റന്റ്. അതൊന്നും നോക്കണ്ട, പ്ലാങ്ക് കോൺസ്റ്റന്റ് ബൈ ഹാർട്ട് ആയിരിക്കണം. mL²T⁻⁻1 ഇല്ലേ? mL²T⁻⁻1. എല്ലിൻ്റെതും പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് സെയിം ആയിരിക്കണം, mL²T⁻⁻1. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത
If epsilon 0 is the permittivity of free space and E is the electric field, then epsilon 0 E square has the dimensions. എടാ ഒന്നുമില്ല, epsilon 0 എന്ന് വെച്ചാൽ പെർമിറ്റിവിറ്റി, വെറുതെ തന്നാ പെർമിറ്റിവിറ്റി. ഇ എന്ന് വെച്ചാൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ആണ്. നോക്കണേ, എടാ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്ററിന്റെ കേസിൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഹാഫിന്റെ ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. എപ്സിലോൺ 0 ഇ സ്ക്വയറിന്റെ ഡയമെൻഷൻ എനർജി ബൈ വോളിയാണ്. പിന്നെന്തിനു പേടിക്കാനാ? എനർജീൻ്റെ വോളിയം ഡയമെൻഷൻ mL²T⁻², വോളിയത്തിൻ്റെ L³, ഇവിടുത്തെ രണ്ടും പോയി. സോ mL⁻⁻1 T⁻². ഓപ്ഷൻ ഇല്ലേ? ഉണ്ട്. ഓപ്ഷൻ നമ്പർ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലേ? എപ്സിലോൺ 0 ഇ സ്ക്വയർ എന്ന് വെച്ചാൽ എനർജി പെർ യൂണിറ്റ് വോളിയ, എനർജി ഡിവൈഡ് ബൈ വോളിയം ചെയ്താൽ അതിന് ആൻസറാ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? നെക്സ്റ്റ്, given below two statements, dimensions of specific heat is L²T⁻1 K inverse. Dimensions of gas constant is mL²T⁻1 K inverse. In the light of the above statement, choose the most appropriate answer from the given options given below. റാൻഡോട് ഇവിടെ ഓപ്ഷൻസ് എന്താക്കാൻ പറ്റി? ക്രോപ്പ് ചെയ്യാൻ വിട്ടുപോയി അല്ലേ? എന്നാലും നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2 എന്താക്കാൻ പറ്റും? ശരിയാണോ എന്ന് നോക്കാം അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 എന്ന് വെച്ചാൽ എന്തായിരുന്നു? സ്റ്റേറ്റ്മെന്റ് 1 എന്ന് വെച്ചാൽ ഹീറ്റ് കപ്പാസിറ്റിയാണ്. ഡയമെൻഷൻസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ശ്രദ്ധിക്കണേ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മാസ് ഓഫ് ദി ബോഡി ബൈ 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 1 കിലോഗ്രാം മാസിൽ ഒരു ബോഡീൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി ഡിഫറൻസിനെയാണ് എന്ത് വിളിക്കുക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. അപ്പം ഡെഫിനിഷൻ ആക്കി എഴുതുമ്പോൾ എനർജി ഡിവൈഡ് ബൈ യൂണിറ്റ് മാസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാസ് എന്ന് കൊടുത്ത് അല്ലേ, 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക? കെൽവിൻ എന്ന് കൊടുക്കുക അല്ലേ? 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുക കുറയ്ക്കുക. അപ്പം എനർജി നിങ്ങൾക്കറിയാം mL²T⁻² ആണ്. മാസിന് മാസ് തന്നെ, ടെമ്പറേച്ചറിന് കെൽവിൻ്റെ കെ എന്ന് കൊടുത്ത് എമ്മും കട്ടായിടാ. അപ്പം എന്തായിട്ട് മാറി? L²T⁻² കെൽവിൻ ഇൻവേഴ്സ്. സോ ഓപ്ഷൻ നമ്പർ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ് അല്ലേ? ഇനി സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ തെറ്റാണോ നോക്കിയാൽ മതി. ഡയമെൻഷൻസ് ഓഫ് ഗ്യാസ് കോൺസ്റ്റന്റ് ഈസ് mL²T⁻1 K ഇൻവേഴ്സ്. നോക്കട്ടെ അല്ലേ? PV is equal to μRT അല്ലേ? PV എന്ന് വെച്ചാൽ പ്രഷർ, വോളിയം, നമ്പർ ഓഫ് മോൾസ്, RT. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ്, ഒരു നമ്പറാണ്, അതിന് ഡയമെൻഷൻ ഇതൊന്നുമില്ല അല്ലേ? P × V എന്ന് വെച്ചാൽ നമ്മൾ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്. P × V എന്ന് വെച്ചാൽ ഏരിയ അണ്ടർ പ്രഷർ, വോളിയം, ഗ്യാസ് ഗിവ്സ് വർക്ക് ഡൺ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ P × V, അതായത് വർക്കിന്റെ ഗ്രാഫ് എന്ന് വെച്ചാൽ PV ഗ്രാഫാണ്. അതായത് PVന്റെ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? mL²T⁻² ഈക്വലാ. R തന്നെ, T എന്ന് വെച്ചാൽ കെൽവിനാണ്. സോ R ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറുവാടാ? mL²T⁻² കെൽവിൻ ഇൻവേഴ്സ്. അങ്ങനത്തെ ഓപ്ഷൻ ആണ് നോക്കിയേ. mL²T⁻² ആണ്. അവിടെ എന്ത് തന്നടാ? -1 തന്നു. സോ ആ ഓപ്ഷൻ എന്താണ്? സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അങ്ങനെയാണ് നീ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓർമ്മിച്ചേക്കണേ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ഓർമ്മിച്ചേക്കണേടാ, mL²T⁻² കെൽവിൻ ഇൻവേഴ്സ്. ഓക്കെ, അവിടെ റോങ് ആയിട്ടാണ് തന്നത്. എടുത്ത് നോക്കാം, ഇത് കൂടെ നോക്കാം. എൻ്റെ നമുക്ക് അടുത്ത സെഷൻ പറയാം. നോക്കണേ, എടാ ഇത് കാണുമ്പോൾ ചിരി വരുന്നത് ഇല്ല. ടോർക്ക് എന്ന് വെച്ചാൽ എന്താ? വർക്കാണ്. ധൈര്യത്തിൽ കൊടുത്തോ. mL²T⁻², mL²T⁻², 2024. ഒരു മാച്ച് ദ ഫോളോയിങ് റീസെൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഡയമെൻഷനെ വെച്ചിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും, അതായത് റെയർ ആയിട്ടുള്ള ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷൻ നിങ്ങൾ എന്താക്കണം? ഒന്ന് ഓർമ്മിച്ച് വെക്കണം അല്ലേ? ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. ആദ്യം മാഗ്നറ്റിക് മൊമെൻ്റ് നോക്കുക, അതാണ് കുറച്ചും കൂടി എളുപ്പം. M is equal to I × A. മാഗ്നറ്റിക് മൊമെൻ്റാണ്. I എന്ന് പറയുമ്പം ഇലക്ട്രിക് കറണ്ടിൻ്റെ ആംബിയർ കൊടുക്കുക അല്ലേ? ഏത് കാണിക്കാൻ വേണ്ടിയിട്ട് L² എന്ന് കൊടുക്കുക. സോ മാഗ്നറ്റിക് മൊമെൻ്റ് എന്താണ്? L² × A ആണ്.
അതെന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്, പെർമിയബിലിറ്റി ഓഫ് എന്തുണ്ട്, ഫ്രീ സ്പേസും ഉണ്ട് അല്ലേ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഈസ് ഈക്വൽ ടു ബി സി അല്ലേ. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ്, അതിന് നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, F/Q എന്ന് എഴുതാൻ പറ്റും അല്ലേ. അവിടെ ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട് അല്ലേ, അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. F/Q ഈക്വൽ ടു ബി ഇൻറ്റു സി ആണ്. സി എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് അല്ലേ. ഫോഴ്സിന് എന്ത് ചെയ്താൻ പറ്റും, മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അടിയിൽ ക്യൂ ഉണ്ട്. ബി സി സ്പീഡാണ്, അതുകൊണ്ട് വി എന്ന് കൊടുത്തു. ഇനി ആക്സിലേഷൻ ഇല്ലേ, ആക്സിലേഷന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ വെലോസിറ്റി ബൈ ടൈം എന്ന് എഴുതാം. ഇവിടെ ആരുണ്ട്, ക്യൂ ഉണ്ട്, അപ്പുറം ആരുണ്ട്, ബി ഇൻറ്റു വി ഉണ്ട്. വിയും വി എന്തായി ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് പോയി. അങ്ങനെയാണ് നോക്കണേ, മാസിന് എം എന്ന് കൊടുത്തു അല്ലേ, ക്യൂവിന് എന്ത് കൊടുത്ത്, AT എന്ന് കൊടുത്ത്, ടിക്ക് വീണ്ടും എന്തും കൊടുത്ത് ടി എന്ന് കൊടുത്ത്. സോ MT റൈസ് ടു -2A, അതൊരു ഓപ്ഷൻ ഉണ്ടോ, MT റൈസ് ടു -2A -1, സോറി എയും മുകളിലോട്ടേക്ക് പോകുന്നുണ്ട്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമുക്ക് കിട്ടി, MT റൈസ് ടു -2A റൈസ് ടു -1. സോ ഏതാണ് ആൻസർ, മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ് ആൻസർ. ഇനി പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക, MLT റൈസ് ടു -2A റൈസ് ടു -2. ഇത് ഉപയോഗിച്ചാൽ മതി, B ഈക്വൽ ടു μ0I/2πr. ബി ഓൾറെഡി കിട്ടി അല്ലേ, ആറ് നിങ്ങൾക്ക് അറിയാം, ഐയും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്ര കിട്ടും, MLT റൈസ് ടു -2A റൈസ് ടു -2. ക്ലിയർ അല്ലേ, നോക്കാം. വീണ്ടും നമ്മൾ ആര് വരികയാണ്, നമ്മൾ വണ്ടർവാൾസ് ഇക്വേഷൻ വരികയാണ്. സോ ഈ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് അപ്ലോഡ് ചെയ്യാം. സോ ഇതുവരെ കണ്ട പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.